ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആമസോൺ ഈസ് ലോഞ്ചിങ് 15 മിനിറ്റ്സ് ഡെലിവറി. അപ്പം ഞാൻ വെച്ച് 15 മിനിറ്റ്സ് ഡെലിവറിയോ? ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക് മേടിച്ച സമയത്ത് എനിക്ക് ഏകദേശം 8 ദിവസത്തോളം എടുത്തു ഇതിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, 8 ദിവസത്തിൽ നിന്ന് 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അന്തരമുണ്ട്. അപ്പം ഞാൻ ഇവരുടെ വർക്കിംഗ് മോഡൽ എന്താണെന്ന് നോക്കി, ഇൻ്റർനെറ്റിൽ നോക്കി. ഞാൻ ഒന്ന് ബ്രീഫായിട്ടത് പറഞ്ഞുതരാം. ഇപ്പോൾ ആമസോണിൽ സെല്ലേഴ്സ് ഉണ്ടാവും, ബയേഴ്സ് ഉണ്ടാവും. സെല്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആമസോണിൽ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ബയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെല്ലറിനെയും ബയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ആമസോൺ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ആവശ്യമുള്ള ഒരാൾ മേടിക്കും. അപ്പോൾ ആമസോൺ അതിൻ്റെ കമ്മീഷൻ എടുക്കും. അങ്ങനെയാണ് ആമസോണിൻ്റെ ഒരു വർക്കിംഗ്, ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങളും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എളുപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മേടിക്കുന്ന, അതായത് ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ ഞാൻ മേടിക്കുന്നത്. ആ സെല്ലർ എൻ്റെ ഹോം ടൗണിൽ തന്നെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ശരിക്കും ഒരു 200 മീറ്റർ 300 മീറ്റർ ഞങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പുള്ളൂ, സെല്ലറും ബയ്യറും തമ്മിലുള്ള ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആമസോണിൻ്റെ ആൾക്കാർ, ആമസോണിൻ്റെ ഡെലിവറി ബോയ്സ് പോയിട്ട് ഈ സെല്ലറിൻ്റെ സാധനം കളക്ട് ചെയ്തിട്ട് ഈ സെൻട്രലൈസ്ഡ് ഹബിലേക്ക് കൊണ്ടുപോകും. അവിടെ കുറച്ച് കാര്യങ്ങൾ, സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇല്ലീഗൽ പ്രൊഡക്ട്സിൻ്റെ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കരുതല്ലോ. സപ്പോസ് ഈ സെൻട്രലൈസ്ഡ് ഹബ് ബാംഗ്ലൂർ ആണെങ്കിൽ ഈ എൻ്റെ ഹോം ടൗണിലുള്ള സാധനം നേരെ ബാംഗ്ലൂരേക്ക് പോയിട്ടേ അവിടെ നിന്ന് എൻ്റെ കയ്യിലേക്ക് വരുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഇത്രയും ഡിലേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു 15 മിനിറ്റ്സ് വരെ എത്തിക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് 15 മിനിറ്റ്സ് അതൊരു വളരെ ചെറിയൊരു സമയമല്ലേ, ഇവർക്ക് ഈ പ്രോസസ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഇവർക്കൊരു കോമ്പറ്റീറ്റർ ഉള്ള കാര്യം ഞാൻ അറിയുന്നത്. സെപ്റ്റോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതേപോലെ തന്നെ ബിങ്കിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പം ഇവരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ ഒരു ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓൾറെഡി. അതായത് ആമസോൺ ഇന്ത്യയിൽ വരുന്നത് 2013 ഗ്രോഫേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ത്യൻ ഒറിജിൻ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവർ 20 മിനിറ്റിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ആമസോണിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, പക്ഷേ ഇവർക്കുള്ളതൊരു ചെറിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്. അതായത് ഡെയിലി ഒരു വീടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രോസറി ഐറ്റംസ്, പാക്ഡ് ഐറ്റംസ്, അതുപോലെ തന്നെ സ്റ്റേഷനറീസ്, ബേക്കറി ഐറ്റംസ്, ഇലക്ട്രോണിക്സ്, മിക്സി, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവർ 15 മിനിറ്റ്സ് ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ. ആമസോണിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ 15 മിനിറ്റ്സിൽ ഈ കമ്പനീസ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2013 ആമസോൺ വരുന്ന സമയത്തും ഈ കമ്പനി, ഈ ഗ്രോഫേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഉണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്തൊരു തോന്നൽ ഇപ്പം ആമസോണിന് വരാൻ കാരണം എന്താണെന്നാണ് ഞാൻ ചിന്തിച്ചത്. മേ ബി അതൊരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ടാവണം. അതായത് സൊമാറ്റോ ഉണ്ടല്ലോ, സൊമാറ്റോ ഈ ഗ്രോഫേഴ്സിനെ 2022 മേടിച്ചു. സൊമാറ്റോ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പേര് ബിങ്കിറ്റ് എന്ന് മാറ്റിയത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഈ 15 മിനിറ്റ്സ് ഡെലിവറി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഓൾറെഡി 2-3 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തോന്നുന്നു. അതിൽ 2 പേരാണ്, ഒരെണ്ണം ബിങ്കിറ്റും ഒരെണ്ണം സെപ്റ്റോയും. ഇത് കേരളത്തിലൊക്കെ ഇവർക്ക് വർക്കിംഗ് ഉണ്ട്, പക്ഷെ അധികം ആരും കേട്ട് കാണാൻ വഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, 15 മിനിറ്റിനുള്ളിൽ സാധനം ഇവിടെ എത്തും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ വളരെ ഇന്നോവേറ്റീവ് അല്ലേ. അപ്പോൾ ഈ ഗ്രോഫേഴ്സിനെ സൊമാറ്റോ മേടിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. പ്രശ്നങ്ങളുടെ അല്ല, ഈ സൊമാറ്റോൻ്റെ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 15 മിനിറ്റിനുള്ളിൽ ഇവർ എന്തായാലും നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി അവർക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു കൊമേഴ്സ് സെക്ടറും കൂടി കടന്നു വരാൻ പോകുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെപ്റ്റോൻ്റെയും ഈ ബിങ്കിറ്റിൻ്റെയും വർക്കിംഗ് ഏകദേശം സെയിം ആണ്. ഇവർക്ക് ഓരോ ചെറിയ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസിലും ചെറിയ ചെറിയ വെയർ ഹൗസുകളുണ്ട്. അതിൽ ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാനും എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്കൊരു സാധനം ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള വെയർ ഹൗസിലേക്കായിരിക്കും ഈ ക്വയറി പോവുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈസിലി എനിക്ക് സാധനം എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ ബേസിക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ആമസോൺ ഒരു വൈഡ് വെറൈറ്റി ഓഫ്
പ്രൊഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ വളരെ ചെറിയ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊരു കല്യാണത്തിന് നോക്കുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇല്ല, ചിലപ്പോൾ ഷൂസ് ഇല്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് പോണ വഴി മേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, 15 മിനിറ്റിനുള്ളിൽ വരുമെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്തുകൂടി. ഇപ്പോൾ ഇ കൊമേഴ്സിൻ്റെ ഫീൽഡിൽ ഇതൊരു 1 സ്റ്റെപ്പ് എവല്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവർ കൂടുതൽ എങ്ങനെയാണ് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക? ഇ കൊമേഴ്സ് കമ്പനികൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഡെലിവറി കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യാൻ പറ്റുക. സോ ഇതിൽ 50 മിനിറ്റ്സിൽ കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ? ശരിക്കും ഈ ചെറിയ കമ്പനീസ് ഇവർക്ക് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ചില പോഡ്കാസ്റ്റിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടു, മേ ബി ഇവരെ ഈ സെപ്റ്റോയും ബിങ്കിറ്റൊക്കെ ആമസോണിനെയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. നോക്കുകയാണെങ്കിൽ അതൊരു പോസിബിലിറ്റിയാണ്. ആമസോണിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജെഫ് ബെസോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇവരുടെ കമ്പനി നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലാണ് വരിക. പക്ഷെ ഇവരെല്ലാവരും ലോകത്തിലെ 1, 2, 3 നമ്പർ പണക്കാരന്മാരാണ്. ഇൻ്റർവ്യൂവിൽ ജെഫ് ബെസോസ് പറഞ്ഞത് അവർ തൽക്കാലം ഇപ്പോൾ സംഭവിക്കുന്ന നഷ്ടങ്ങളൊന്നും അവർ കാര്യമാക്കുന്നില്ല, ഇവർ ഫ്യൂച്ചറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഫ്യൂച്ചറിലേക്കെന്ന് അവർ ഉദ്ദേശിച്ചത്, ഫ്യൂച്ചറിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, കൂടുതൽ എക്സ്പാൻഷൻ പ്ലാൻസിന് വേണ്ടി ഡെഫിനറ്റ്ലി എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ സർവീസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്ലിയർലി ഇത് ഡോമിനൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. ആമസോൺ ഇത്രയൊക്കെ നഷ്ടത്തിലാണെങ്കിൽ തന്നെ ഈ 2024 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ ആണ്. ഈ ഒരു ഡോമിനൻസ് അവർ കളയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ആമസോൺ മാത്രമല്ല, ഏതൊരു കമ്പനി ആയാലും ഒരു ഫീൽഡിൽ അവർക്കുള്ള ഡോമിനൻസ് കളയാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓൾറെഡി ബിങ്കിറ്റിനും സെപ്റ്റോയ്ക്കും ഇന്ത്യയിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്കാണ്, അതായത് 15 മിനിറ്റ്സ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്കാണ് ഇപ്പോൾ ആമസോൺ എൻ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആമസോണിന് ഈ 2 കമ്പനിയും അക്യൂർ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കോമ്പീറ്റ് ചെയ്യുന്നതാണോ? വാട്ട് യു തിങ്ക്? നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.